അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ, ഞായറാഴ്ച. നാളെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. 10 ദിവസത്തെ അവധിക്ക് ശേഷം എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നതല്ലേ. അപ്പോൾ നമ്മളെ ചെറിയ കുട്ടികൾ വീട്ടിലില്ല, അവരെ മാമിയുടെ വീട്ടിലാണ്. അപ്പോൾ അവരെ വിളിക്കാൻ പോവാണ്. അപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാട്ടോ നമ്മൾ പോണത്. പോണ വഴിക്ക് നമ്മൾ ഇക്കായും ഞാനും പിള്ളേരൊക്കെ കൂടി ഒരു കടയിൽ കയറിയിട്ട് ചെറുതായിട്ടൊരു നാരങ്ങ ഉപ്പിലിട്ട മാങ്ങയും ഒക്കെ ഒന്ന് കഴിച്ചു. അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു രസമാണല്ലോ അങ്ങനെ കഴിക്കാൻ. കുടിച്ചതിന് ശേഷം ഞങ്ങൾ പോയി പെരുമ്പാവൂരാട്ടോ മൂത്ത സിസ്റ്ററിൻ്റെ വീടെത്തി. കുട്ടികൾ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ ചെല്ലണ കാര്യം, അവരെ വിളിക്കാൻ ചെല്ലണ കാര്യം. അവരെ മാമി കൊണ്ടുവന്നാക്കി തരുമെന്ന് പറഞ്ഞിട്ടാണ് അവരിരിക്കണത് വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പോൾ ഞങ്ങളൊരു ഞെട്ടിക്കാന്ന് ഓർത്ത് ചെന്നതാണ് കുട്ടികളെ. അങ്ങനെ ചെല്ലുമ്പോൾ ഉണ്ട്, അവർ കണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഇത്ര ദിവസം കാണാതിരുന്നതിൻ്റെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. ആദ്യമായിട്ടാട്ടോ ഈ കുട്ടികൾ മാറി നിൽക്കണേ. എന്നാൽ പോലും അവർക്ക് അതിൻ്റേതായ വിഷമമൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു എനിക്ക്. ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അതിന് ശേഷം വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നാളെ സ്കൂളില്ല, നാളെ കഴിഞ്ഞിട്ട് വരാമെന്നാട്ടോ പറഞ്ഞത്. മാമിയുടെ അടുത്തുനിന്ന് വരണമെന്നില്ല അവർക്ക്. കാരണം നമ്മുടെ അടുത്താവുമ്പോൾ ശാസിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുമല്ലോ. ഇത് മാമി ഫുൾ ഫ്രീഡത്തിന് വിട്ടുകൊടുത്തേക്കണം. കാരണം കുട്ടികൾക്ക് വരണമെന്നില്ല, ഇനി വലിയ സ്കൂൾ അടയ്ക്കുമ്പോൾ വരാട്ടോ എന്നും പറഞ്ഞ് നിൽക്കുക. അങ്ങനെ ഇതാട്ടോ. അപ്പോൾ നമ്മൾ വരുമെന്ന് പറഞ്ഞപ്പോഴേക്കും മൂത്ത സിസ്റ്റർ ഇക്കാടെ മൂത്ത സിസ്റ്ററിൻ്റെ വീടാട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നെയ്ച്ചോറും കോഴിക്കറിയും ഒക്കെ ആയിരുന്നു. എല്ലാവരും കഴിച്ചു കേട്ടോ. ഞാൻ ലാസ്റ്റ് കഴിച്ചതാണ്. നല്ല രുചിയുണ്ടായിരുന്നു. എനിക്കങ്ങനെ പൊതുവെ നെയ്ച്ചോറൊന്നും ഇഷ്ടമല്ല, എന്നാലും നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി. കുട്ടികൾക്ക് ഒരു സൈഡ് വലിവുണ്ട് വരണ്ടാന്ന്. കാരണം സ്കൂളും ഇല്ല, അടിച്ചു പൊളിച്ച് നിൽക്കുവാണല്ലോ. അപ്പോൾ ഇനി അടുത്ത വലിയ വെക്കേഷൻ വരാട്ടോ എന്നും പറഞ്ഞിട്ടാട്ടോ നമ്മൾ പോണത്. വീടിൻ്റെ കുറച്ച് പോർഷൻസ് ആട്ടോ എടുത്തിട്ടുള്ളൂ. അതിനുള്ള നേരം ഉണ്ടായുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ വീട്. അപ്പോൾ നമ്മൾ യാത്ര പറഞ്ഞ് ഇറങ്ങി. കുട്ടികൾക്കൊക്കെ സങ്കടമുണ്ട് കേട്ടോ വരാനായിട്ട്. ഇവർക്ക് ഇനി നാളെ സ്കൂളിൽ പോകണമല്ലോ, അടിച്ചുപൊളിയൊക്കെ നിന്നല്ലോ എന്നുള്ള വിഷമം. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ്. എൻ്റെ കൈക്ക് മുറിവ് പറ്റിയതാട്ടോ, അത് കെട്ടി വെച്ചേക്കുവാണ് കൈ. അങ്ങനെ ടാറ്റയും കൊടുത്ത് ഞങ്ങൾ പോന്നു. പോകുന്ന വഴിക്കായിരുന്നു മൂവാറ്റുപുഴ ഫെസ്റ്റിനോടനുബന്ധിച്ചിട്ട് ഗുണ കേവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികളെ ചാക്കിടാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ഗുണ കേവ് എന്തോട്ടാ സ്ഥലം ഓർമ്മയില്ല, എവിടെയെങ്കിലും ആവട്ടെ, അവിടെയാണല്ലോ. ഇതിപ്പോൾ നമ്മൾ അതിലേക്ക് കൂടി പാസ് ചെയ്യണ കണ്ടപ്പോൾ കുട്ടികൾക്ക് അങ്ങോട്ടൊരു സൈഡ് വലിവുണ്ട്, അവിടെ ഒന്ന് കയറിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സമയത്തിന് തിരിച്ചെത്തണമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വീടെത്താറായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. വീണ്ടും കാണുന്നവരെ അസ്സലാമലൈക്കും.